നിങ്ങൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട 10 യുദ്ധ സിനിമകൾ ഒരുപാട് പേരായി എന്നോട് അത് ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ വെറും യുദ്ധമല്ല, യുദ്ധത്തിനിടയിലുള്ള ഫീൽ ഗുഡ്, പ്രണയം, വാർ, ത്രില്ലേഴ്സ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു മിക്സ്ഡ് ആയിട്ടുള്ള കാറ്റഗറീസ് ആണ് ഈ 10 സിനിമകൾക്കും വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് സേവിങ് പ്രൈവറ്റ് റയാൻ. ഇതൊരു യുദ്ധ സിനിമയായിട്ട് കൂട്ടണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലീഗിലുള്ള സിനിമയായിട്ട് കൂട്ടണോ എന്നൊക്കെ നമുക്ക് ചിന്തിച്ചെടുക്കാൻ നമുക്ക് കുറച്ചധികം സമയമെടുക്കും. ഇതൊരു യുദ്ധ സിനിമയാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളൊരു സിനിമ ആസ്വാദകനാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ ചാവുന്നതിന് മുമ്പ് നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ഇത്. നമ്പർ 2, 9017. ഈ സിനിമ ഒരു മാസ്റ്റർ പീസ് ആണ്. നിങ്ങളൊരു ഫിലിം മേക്കർ ഒക്കെ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സിനിമ ഉറപ്പായിട്ടും കണ്ടിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ മേക്കിംഗ് നിങ്ങളെ ഞെട്ടിക്കും. കാരണം ആദ്യം മുതൽ അവസാനം വരെ സിംഗിൾ ഷോട്ട് എന്ന രീതിയിലാണ് ഈ സിനിമ മൊത്തം പോകുന്നത്. അതിൽ രാത്രിയും പകലും വരെ വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ നിങ്ങൾ എന്താണെങ്കിലും കണ്ടുപോകുക. 3, എക്സോറിഡ്ജ്. എന്റെ മോനെ, ഇതാണ് സിനിമ. ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. നമ്മുടെ അപ്പോക്കലിപ്റ്റോ ഒക്കെ ചെയ്തിട്ടുള്ള ഡയറക്ടർ തന്നെയാണ് ഇതിന്റെ സംവിധാനം ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നിർബന്ധമായിട്ട് കണ്ടുപോകുക. ഈ ലിസ്റ്റിൽ ഞാൻ പറയുന്ന സിനിമകളിലെ ഒരു മസ്റ്റ് വാച്ച് സിനിമ എന്ന് തന്നെ ഈ എക്സോറിഡ്ജിനെ വിശേഷിപ്പിക്കാം. 4, സത്യം പറഞ്ഞ് നമ്മളെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും ഇത് സത്യത്തിൽ ഒരു യഥാർത്ഥ സംഭവമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ബ്ലാങ്ക് മൈൻഡിൽ പോയി ഇരുന്ന് കാണുക. നമ്മുടെ ബ്രാഡ് പിറ്റ് ഒക്കെയുള്ള ഒരു സിനിമയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം വസൂലായിരിക്കും. 5ാമത്തത് ടിക്കറ്റ് 43. നമ്മുടെ പൃഥ്വിരാജ് നായകനായിട്ട് മേജർ രവി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഇത് ഞാൻ തിയേറ്ററിൽ പോയിട്ട് എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ ഇതൊരു യുദ്ധവും ഇടിപിടിയും അങ്ങനത്തെ പശ്ചാത്തലമൊന്നും അല്ല പറയുന്നത്. പ്യുവർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു സിനിമയാണ് ഈ ടിക്കറ്റ് 43 എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 6ാമത്തത് T-34. ഇതൊരു ഗംഭീരമായിട്ടുള്ള ഒരു റഷ്യൻ സിനിമയാണ്. ഈ സിനിമ മുഴുവൻ കാണാനൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ ഈ സിനിമ ആദ്യത്തെ ഒരു 20 മിനിറ്റ് മാത്രം കാണുക. ആ ഒരു 20 മിനിറ്റ് തന്നെ നിങ്ങൾക്ക് വസൂലായിരിക്കും. വേറെ ഏതോ ഒരു സിനിമ കണ്ട ഫീൽ ആയിരിക്കും. അജാതി മേക്കിങ്ങിലാണ് ആദ്യത്തെ ആ ഒരു 20 മിനിറ്റ് ഈ സിനിമ കൊണ്ടുപോകുക. ബാക്കിയുള്ള സിനിമ നിങ്ങൾ വേണമെങ്കിൽ കണ്ടാൽ മതി. ഈ 20 മിനിറ്റ് തന്നെ വസൂലായിരിക്കും. 7ാമത്തത് 12th മാൻ. സത്യം പറയാമല്ലോ, ഈ യഥാർത്ഥ കഥ നിങ്ങളെ ഞെട്ടിക്കും. കൂടെയുള്ള 11 പേരും മരണപ്പെട്ടു. ശേഷം നാസി പട്ടാളക്കാരിൽ നിന്ന് രക്ഷപ്പെടുന്ന ആകെയുള്ള ഒറ്റൊരാൾ. അതാണ് 12th മാൻ എന്ന് പറയുന്ന ഈ ഒരു കിടിലൻ സിനിമ ചർച്ച ചെയ്യുന്നത്. 8ാമത്തത് ഗ്രേവ് ഓഫ് ഫയർഫ്ലൈസ്. ഈ ഒരു സിനിമ കണ്ട് ആദ്യം ഞാൻ ഒരുപാട് കരഞ്ഞതാണ്. 2ാം വട്ടവും കണ്ടപ്പോൾ ആദ്യത്തേക്കാൾ കൂടുതൽ കരഞ്ഞിട്ടുള്ള ഒരു ചിത്രമാണ്. വാറിനെതിരെയുള്ള ഒരു സിനിമയാണ്. കണ്ടുവെക്കുക, വേറെ ലെവലാണ്. 9ാമത്തത് സീരീസ് ആണ്. 10 എപ്പിസോഡേ വരുന്നുള്ളൂ. ബാൻഡ് ഓഫ് ബ്രദേഴ്സ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള സീരീസ്. അതായത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഗെയിം ഓഫ് ത്രോൺസും ലോസ്റ്റും ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇതിന്റെ ഒക്കെ എത്രയോ മേലെയാണ് ഈ സീരീസ് വരുന്നത്. വർഷങ്ങളായിട്ട് ഈ സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന സീരീസും കൂടിയാണ്. ഗംഭീരമായിട്ടുള്ള സാധനമാണ്. എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലെയുള്ള കോണ്ടന്റ്സിനായിട്ട് ഫോളോയും സബ്സ്ക്രൈബും ചെയ്യുന്ന കാര്യം പ്രത്യേകം പരിഗണിക്കുക.